ഇന്ത്യൻ ഇ-കോമേഴ്സ് വിപണി മാറ്റിമറിച്ച പ്രധാനപ്പെട്ട കമ്പനിയാണ് ഫ്ലിപ്കാർട്ട്. ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ 2007-ൽ 2 യുവാക്കളാൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് കോടിക്കണക്കിന് ഉപഭോക്താക്കളെ സേവിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് ബ്രാൻഡുകളിലൊന്നായി മാറിയിരിക്കുന്നു. സച്ചിൻ ബൻസലും ബിന്നി ബൻസലുമാണ് ഈ കഥയുടെ പിന്നിലുള്ള യഥാർത്ഥ നായകർ. ഫ്ലിപ്കാർട്ട് സ്ഥാപിതമായത് 2007 സെപ്റ്റംബർ മാസത്തിലാണ്. ബംഗളൂരുവിൽ ഒരു ചെറിയ 2 മുറിയുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇരു സ്ഥാപകരും ഐ.ടി. ഡൽഹി പാസ്ഔട്ടായവരും മുൻ ആമസോൺ ജീവനക്കാരുമായിരുന്നു. ഇന്റർനെറ്റിന്റെ വളർച്ചയും ഓൺലൈൻ ഷോപ്പിംഗിന്റെ സാധ്യതകളും മനസ്സിലാക്കിയ ഇവർ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനമൊരുക്കാൻ തീരുമാനിച്ചു. തുടങ്ങിയപ്പോൾ ഇതൊരു പുസ്തക വിൽപ്പന സൈറ്റായിരുന്നു. ഉപഭോക്താക്കൾക്ക് തങ്ങളിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഓൺലൈനിൽ കണ്ടുപിടിച്ച് വാങ്ങാനുള്ള സൗകര്യമാണ് ആദ്യം നൽകിയത്. ആദ്യകാലത്ത് കമ്പനിക്ക് സ്വന്തം സ്റ്റോക്കോ ഡെലിവറി സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഓർഡർ ലഭിച്ചാൽ ബിന്നിയും സച്ചിനും സ്വന്തം സ്കൂട്ടറിൽ പോയി പുസ്തകങ്ങൾ വാങ്ങി കസ്റ്റമർ എത്തിക്കൊടുക്കുകയായിരുന്നു. ആദ്യ വിജയങ്ങൾ പിടിച്ചെടുത്തതോടെ ഫ്ലിപ്കാർട്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇതിനു പുറകെ കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് സൗജന്യ ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി, വേഗത്തിലുള്ള ഷിപ്പിംഗ്, 30 ദിവസം റിട്ടേൺ പോളിസി തുടങ്ങിയവ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടാൻ വലിയ പങ്കുവഹിച്ചു. ഫ്ലിപ്കാർട്ടിന്റെ വളർച്ച അതിവേഗമായിരുന്നു. 2010ഓടെ കമ്പനി മാസത്തിൽ 1 ലക്ഷത്തോളം ഓർഡറുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വെയർഹൌസുകളും ഓഫീസുകളും തുടങ്ങുകയും ചെയ്തു. 2012ൽ കമ്പനി $100 കോടി മൂല്യമെത്തി. ഫ്ലിപ്കാർട്ടിന് വളരാൻ സഹായിച്ച ഒരു പ്രധാന ഘടകമാണ് നിക്ഷേപങ്ങൾ. ബിഗ് ഇൻവെസ്റ്റർമാരിൽ ടൈഗർ ഗ്ലോബൽ, ആക്സൽ പാർട്ട്നേഴ്സ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവരും പിന്നീട് സോഫ്റ്റ് ബാങ്ക്, ടെൻസെന്റ്, മൈക്രോസോഫ്റ്റ് പോലുള്ള രാജ്യാന്തര സംരംഭകർക്കുമാണ് പങ്കുവച്ചത്. 2014ൽ ഫാഷൻ മേഖലയിലേക്ക് കൂടുതൽ കയറാൻ ഫ്ലിപ്കാർട്ട് മിന്ത്രയെ ഏറ്റെടുത്തു. പിന്നീട് ജബോങ്ങും ഇതിന്റെ ഭാഗമായതോടെ ഫ്ലിപ്കാർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫാഷൻ പ്ലാറ്റ്ഫോമായി മാറി. 2018ൽ ഫ്ലിപ്കാർട്ടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിച്ചു. അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റ് ഭീമൻ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിന്റെ 77% ഓഹരികൾ $16 ബില്യണിന് വാങ്ങി. ഇന്ത്യയിലെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലായിരുന്നു ഇത്. ഫ്ലിപ്കാർട്ട് അവതരിപ്പിച്ച ബിഗ് ബില്യൺ ഡേ എന്ന വാർഷിക ഓൺലൈൻ സെയിൽ ഇവന്റുകൾ ഇന്ത്യയുടെ ഷോപ്പിംഗ് കാലചക്രം തന്നെ മാറ്റിമറിച്ചു. ആദ്യ വർഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലാഷ് സെയിലായി തീർന്നു. ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടിന്റെ പ്രധാന മത്സരക്കാരനായിരുന്ന ആമസോൺ 2013ൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചു. എന്നാൽ ഫ്ലിപ്കാർട്ടിന്റെ ലോക്കൽ താൽപര്യവും ഉപഭോക്തൃ മനസ്സ് പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളും അതിനെതിരെ ഫ്ലിപ്കാർട്ടിനെ നിലനിർത്തി. ഫ്ലിപ്കാർട്ട് എന്നത് വെറും ഒരു ഇ-കോമേഴ്സ് കമ്പനിയല്ല. അത് 2 യുവാക്കളുടേതായ ആത്മവിശ്വാസത്തിന്റെ, കഠിനപ്രവർത്തനത്തിന്റെ, ദൂരദർശിതയുടെ വിജയവഴികളിൽ കാണിച്ച ഹരിശ്രമത്തിന്റെ ഉദാഹരണമാണ്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയകഥകളിൽ ഒന്നായി ഫ്ലിപ്കാർട്ട് നിലനിൽക്കുന്നു. ഓരോ സംരംഭകനും പ്രചോദനമാകുന്ന ഈ യാത്ര ഇന്ത്യയുടെ പുതിയ തലമുറയെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു.